തേജസ് ന്യൂസ് മണ്ഡല കാഴ്ചയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലം മഹാപ്രളയവും ശബരിമല വിഷയവും അതോടനുബന്ധിച്ചുള്ള ജനവിരുദ്ധ ഹർത്താലും ഉണ്ടാക്കിയ പൊതുവികാരത്തെ അടയാളപ്പെടുത്തുന്നതായിരിക്കുമെന്ന് പറയാം. തെരുവുകൾ സമരഭൂമിയായി മാറിയ ശബരിമല വിഷയം പത്തനംതിട്ടയുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയമാണ്. എന്നാൽ അതിലേറെ സ്വാധീനമുണ്ട് പ്രളയക്കെടുതിയുടെ ഉണങ്ങാത്ത മുറിവുകൾക്ക്. റാന്നി, തിരുവല്ല, ആറന്മുള മണ്ഡലങ്ങൾ തകർന്നു തരിപ്പണമായതാണ്. ഇവിടങ്ങളിൽ കാർഷിക വിളകൾ നശിക്കുകയും വീടുകൾ താമസയോഗ്യം അല്ലാതാവുകയും ചെയ്തിരുന്നു. പുനരധിവാസം ഇതുവരെ സാധ്യമാവാത്തിടത്തേക്കാണ് സ്ഥാനാർത്ഥികൾ കൈനീട്ടി ചെല്ലേണ്ടത്. വന്യമൃഗശല്യം, ആദിവാസികളുടെ കഷ്ടജീവിതം, വനമേഖലയിലെ കുടിയിറക്ക് ഭീഷണി, നോട്ട് നിരോധനവും GSTയും മാന്ദ്യത്തിലാക്കിയ വ്യാപാര രംഗം തുടങ്ങിയവ പത്തനംതിട്ടയുടെ മുറിവുകളാണ്. മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളും ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. ഭൂരിപക്ഷം ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യവുമായി UDF ആന്റോ ആന്റണിയെ വീണ്ടും കളത്തിലിറക്കിയിരിക്കുന്നത് വെറും സ്വപ്നം കണ്ടിട്ടല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആന്റോ ആന്റണി മണ്ഡലത്തിൽ നേടിയെടുത്ത ജനകീയതയും പരിചയവും അദ്ദേഹത്തിന് മണ്ഡലത്തിൻ്റെ സ്വന്തക്കാരൻ എന്ന മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പ്രളയകാലത്ത് കൈമെയ് മറന്ന് ജനങ്ങൾക്കൊപ്പം നിന്നതും ശബരിമല വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം മാത്രം നിലകൊണ്ടതും ആന്റോ ആന്റണിയുടെ പ്രതിച്ഛായ ഉയർത്തിയ ഘടകങ്ങളാണ്. അതേസമയം ആറന്മുളയിലെ അട്ടിമറി പത്തനംതിട്ടയിലും എന്തുകൊണ്ടായിക്കൂടെന്നാണ് വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ LDF ചോദിക്കുന്നത്. ചൂണ്ടിക്കാട്ടാൻ ആറന്മുളയിലെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ട്. പ്രളയകാലത്ത് മഴയും വെയിലും വകവയ്ക്കാതെ പ്രവർത്തകർക്കൊപ്പം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. നവോത്ഥാന മതിലിൽ സ്ഥാനം മുൻനിരയിൽ തന്നെയായിരുന്നു. ആന്റോ ആന്റണിയുടെ ഹാട്രിക് വിജയമാണോ വീണ ജോർജ് നടത്തുന്ന അട്ടിമറിയാണോ പത്തനംതിട്ടയിൽ നടക്കുക എന്ന് നോക്കിയാൽ മാത്രം മതിയെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ശബരിമല പ്രക്ഷോഭത്തിൻ്റെ മുൻനിരക്കാരൻ എന്ന് അഭിമാനിച്ചെത്തുന്ന BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രന് ഇക്കുറി മനസ്സിലാവും ജനവിരുദ്ധ ഹർത്താലുകളോടും വർഗീയ ധ്രുവീകരണങ്ങളോടും പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന്. ശബരിമല സമരത്തിൻ്റെ പേരിൽ പത്തനംതിട്ടയിൽ പ്രവേശന വിലക്ക് നേരിട്ട ആൾ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ പ്രത്യേകിച്ചും